രാവിലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ നല്ല കുറച്ച് കിളിമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഉള്ള കറി കിളിമീൻ കറി ആവട്ടെ എന്ന് വിചാരിച്ചു. ഈ മീനിന് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടില് കിളിമീൻ എന്നാണ് പറയണത്. ബാക്കി എല്ലാവരുടെ നാട്ടിലും എന്താ പറയണേന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ വായു നമുക്ക് വേഗം കിളിമീൻ കറി ഉണ്ടാക്കാം. നമ്മുടെ കിളിമീനിനെ കഴുകി വൃത്തിയാക്കി ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടി എന്നിവയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. നമുക്ക് ഈ കറിക്ക് വേണ്ട മറ്റു സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മാങ്ങ നീളത്തിൽ അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്, 4 പച്ചമുളകും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും ചെറിയുള്ളിയും തമ്മിലുള്ള പ്രശ്നം കേട്ട് കഴിഞ്ഞപ്പോൾ അതൊന്ന് ഒത്തുതീർപ്പാക്കാനായിട്ട് പോയി കഴിഞ്ഞിട്ട് അവരെ രണ്ടുപേരും ഒരു മൂലയ്ക്ക് മാറ്റിയിട്ട് നല്ല ഇടി കൊടുത്തിട്ട് ചതച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. കറിക്ക് മുമ്പൻ ഇലയ്ക്ക് പിമ്പൻ, നമ്മുടെ സ്വന്തം കറിവേപ്പില. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇവനില്ലാതെ ഒരു കാര്യം നടക്കില്ല. ഉപ്പ്. ഇനി മൊത്തം പൊടി വാർന്ന പ്രശ്നങ്ങളാ. മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി. ഇഞ്ചിയും ചെറിയുള്ളിയുമായ ഒരു പ്രശ്നം ഉണ്ടായതുപോലെ തന്നെ നാളികേരമായ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കുത്തിപ്പിടിച്ച് പിഴിഞ്ഞെടുത്ത 1-ാം പാലും 2-ാം പാലും. ഇനി ഗ്യാസും മൺചട്ടിയും തമ്മിലുള്ള പ്രശ്നമാണ്. ഗ്യാസിന്റെ അടുത്ത് ചൂടാവാനായിട്ട് മൺചട്ടി ഒന്ന് വിട്ടേക്ക്. ചട്ടി നമ്മുടെ അടുത്തൊന്ന് ചൂടായി വരുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നല്ല എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പ്രശ്നം കുറച്ച് ഗുരുതരമായി വരുമ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ഗുണ്ടകൾ അങ്ങോട്ട് ഇറക്കി വിടുക. ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ അവിടെ അവരെ കിടന്ന് വഴക്കായി തല്ലുപിടിയായി എന്ത് വേണമെങ്കിലും അങ്ങോട്ട് ആവട്ടെ. അവരൊരു കോംപ്രമൈസിനായാലും നമ്മളെ ഇടയ്ക്കൊന്ന് പോയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി പൊടി മാറുന്ന പ്രശ്നങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി. അവരെ അവിടെ ഇറങ്ങിയിട്ട് പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ചെന്നങ്ങടെ ഇളക്കി കൊടുക്കുക. പ്രശ്നങ്ങൾ ഏകദേശം ഈ പരിവായിട്ടിരിക്കുമ്പോൾ ഒന്ന് കോംപ്രമൈസിന് വേണ്ടിയിട്ട് നമ്മുടെ 2-ാം പാലിൽ അങ്ങോട്ട് ഇറക്കി. അങ്ങനെ കോംപ്രമൈസ് ചെയ്യലല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഇളക്കി കൊടുത്താലല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അവര് തമ്മിലുള്ള പ്രശ്നം ഏകദേശം ഈ ഒരു പരിവായി കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് പ്രശ്നം കൊഴുക്കട്ടെ. പ്രശ്നങ്ങൾ തളച്ചു കൊഴുത്ത് ഏകദേശം ഈ ഒരു പരിവമായിട്ട് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് മൂർച്ച കൂട്ടാനായിട്ട് കണ്ണു പൊട്ടുന്ന പുളിയുള്ള ഇവനെയും കൂടി ഇറക്കി വിടണം നമുക്ക്. മാങ്ങമോനെ, പ്രശ്നങ്ങൾ ഒന്നും കൂടി ഒന്ന് കൊഴുപ്പിച്ചിട്ട് വന്നേ. എല്ലാ പ്രശ്നത്തിനും കാരണം ഇവൻ ഒറ്റൊരാളാ, നമ്മുടെ കിളിമി. അവൻ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവരെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് കോംപ്രമൈസ് ചെയ്യട്ടെ. അവരെല്ലാവരും കൂടി സംസാരിച്ചിട്ട് ഏകദേശം പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒന്ന് എല്ലാവരും കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന 1-ാം പാലിനും കൂടി നമ്മൾ അങ്ങോട്ട് ഇറക്കി വിടാം. ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ തീർന്നല്ലോ ദൈവമേ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് മറുഭാഗത്ത് വേറൊരു പ്രശ്നമായിട്ട് ഒരു പാൻ വന്നേക്കാം. ചൂടായി വന്നപ്പോ തന്നെ നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിന് പുറകെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ 2 ഗുണ്ടകൾ ഇറക്കി കൊടുത്തു. കറിവേപ്പില, ചെറിയുള്ളി. ഇവര് തമ്മിലുള്ള പ്രശ്നം അധിക നേരം നീണ്ടുപോവില്ല എന്ന് മനസ്സിലാക്കി ഞാൻ കുറച്ചൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ടും പ്രശ്നം ഗുരുതരമാവാതെ കഴിഞ്ഞപ്പോൾ പ്രശ്നം ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അധിക നേരം പോയില്ല ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ഉണ്ടായ ടീമിന്റെ കൂടെ തന്നെ ഒന്ന് ഇറക്കി വിടാൻ വിചാരിച്ചു. ഇനി പുതിയൊരു പ്രശ്നം ഉണ്ടായാലോ. വന്നവരും നിന്നവരും എല്ലാം ഒറ്റക്കെട്ടായി കഴിഞ്ഞപ്പോ പ്രശ്നങ്ങളെല്ലാം തീർന്ന് അവരൊരു കുടുംബമായി മാറി. ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ്. ഇനി അടുത്തൊരു പ്രശ്നമായിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ രാഹുൽ മോഹൻ.